ഹായ്, ബിഗിനേഴ്സിനെ പോലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാല ദോശയുടെ റെസിപ്പി നോക്കിയാലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ സവോളയും ഉരുളക്കിഴങ്ങും പച്ചമുളക് അരിഞ്ഞെടുക്കണം. സവാള നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് കുറച്ച് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. 2 അല്ലി വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചിയും ചതച്ചെടുക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. നമ്മളിത് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഏകദേശം 3 വിസിൽ വരെ അടിച്ച് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു വറ്റൽമുളക് കട്ട് ചെയ്തത്, 2 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്തൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ പൊടികളുടെ അളവ് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. മസാല ഇതേപോലെ കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം മാവ് ഒഴിച്ച് പരത്തിയെടുക്കണം. എന്നാൽ മാത്രമേ ദോശ നന്നായിട്ട് പരന്ന് കിട്ടുള്ളൂ കേട്ടോ. ഇനി കുറച്ച് നെയ്യും കൂടെ തേച്ച് നന്നായിട്ട് മുറിച്ചെടുക്കാം. ക്രിസ്പി ദോശ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ദോശ തിരിച്ചിട്ട് റെഡിയായതിനു ശേഷം നമുക്കതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുത്ത് മടക്കിയെടുക്കാം. തക്കാളി ചട്നിയോ തേങ്ങാ ചട്നിയോ സാമ്പാറോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ മസാല ദോശ സെർവ് ചെയ്യാം. ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.